ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ലാലേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 15 ചുവന്ന ഉള്ളി, 2 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു അരമുറി തേങ്ങ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. അത് ചതച്ചതിന് ശേഷം മാറ്റി വെച്ച് ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചുട്ടെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. അതും ചേർത്ത് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ചുവന്നുള്ളി മിക്സ് ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് നല്ല പോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചുട്ടെടുത്ത തേങ്ങയും ചേർത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ ചിക്കനും ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടെ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ മതിയാവും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലാലേട്ടൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.